ഇപ്പോൾ നടന്ന മണി ടാസ്കിൽ നമ്മുടെ അനുമോളെ ആ ടാസ്കിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടി നെവിനും അക്ബറും കൂടി എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നതെന്നറിയാം. അനുമോളുടെ അടുത്ത് ചെന്നിട്ട് ചെവിയിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ നമ്മളുടെ കാടന്മാരെന്ന് പറയത്തില്ലേ, കാട്ടിലുള്ള കാട്ടിയാതി ആൾക്കാരെങ്ങനെയാണോ സൗണ്ട് ഉണ്ടാക്കുന്നത് അതേ തരം സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ്. കുറേ അധിക സമയമായിട്ടും ഇവർ പോകുന്നില്ല, ഇവരവിടെ തന്നെ നിന്ന് ശല്യം ചെയ്യുകയാണ്. ആദ്യം അക്ബർ മാത്രമായിരുന്നു, പിന്നെ നെവിനും കൂടി അവിടേക്ക് വരികയാണ് ചെയ്തത്. എന്തെല്ലാം ചെയ്തിട്ട് അനുമോൾ ഒത്തിരി ക്ഷമിച്ച് പിടിച്ചു നിന്നു. പക്ഷേ കുറേ അധികം സമയമായപ്പോഴത്തേന് പിന്നെ അനുമോൾക്ക് കൺട്രോൾ വിട്ട് അനുമോൾ ആ ടാസ്കിൽ നിന്ന് തന്നെ ഔട്ടായി പോകേണ്ടി വന്നു. അതിവർ ഇത്രമാത്രം ശല്യമൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചധികം സമയം കൂടെ അനുമോൾ നിന്നേനെയായിരുന്നു. ആ കാർ ടാസ്കിൽ സംഭവിച്ച അതേ കണക്കാണ് അനുമോളോടല്ല അനീഷിനോട് കാണിച്ച അത്. നൂറയും ആര്യനും കൂടി അനീഷിനെ കാറിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർ എന്തൊക്കെ പരിപാടി ഒപ്പിച്ച അതേപോലെയാണ് ഇവർ രണ്ടുപേരോട് ചെന്ന് അനുമോളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അനുമോൾ അവർ സൗണ്ട് ഉണ്ടാക്കുന്നെങ്കിലും അനുമോൾ ആ ഒരു ബെല്ല് സൗണ്ട് വരാൻ പാടില്ല. ബെല്ല് സൗണ്ട് വരികയോ അതുപോലെ കാല് തറയെ തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടാണ്. അപ്പം അനുമോൾ കുറേ അധികം സമയം നോക്കി, പക്ഷേ അവസാനം നിവർത്തി കെട്ടിട്ട് അനുമോൾ പിന്നെ കാല് താഴെ വെച്ചു. അങ്ങനെയാണ് അനുമോൾ ഔട്ടായിരിക്കുന്നത്. അനുമോൾക്ക് ഓപ്പോസിറ്റിൽ നിന്ന് നമ്മുടെ ആദിലയും ഇതേപോലെ തന്നെയാണ് ഈ രണ്ട് വ്യക്തികൾ. ഈ അക്ബറും നെവിനും കൂടി ചെന്നിട്ട് അതിലെ മാക്സിമം ഔട്ടാക്കാനുള്ള പരിപാടികൾ ഇത്രയും ചെയ്തു. ഇവരുടെ ചുറ്റിനും എല്ലാവരും നിൽപ്പുണ്ട്, പക്ഷേ എന്നാലും ബാക്കി ആരും അവരിങ്ങനെ ശല്യം ചെയ്യുന്നില്ല. അനുമോൾ കാല് താഴെ വെച്ചത് അക്ബറാണ് കണ്ടത്. അപ്പോൾ അക്ബർ വിളിച്ച് പറഞ്ഞു അനുമോൾ ഔട്ടായി, അതുകൊണ്ട് ആദില വിന്നറായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അനുമോൾക്ക് മുന്നെയാണ് നൂറ ഔട്ടായത്. പിന്നെ അനുമോളും ആദിലയും കൂടെയുള്ള മത്സരമായിരുന്നു. അതിനകത്താണ് ഇപ്പം ആദില വിന്നറായിരിക്കുന്നത്. 25,000 രൂപയാണ് ഇതിൽ വിന്നറാവുന്ന ആൾക്ക് കിട്ടുന്ന ചെക്ക്. പിന്നെ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ 25,000 രൂപയുടെ ചെക്ക് ക്യാപ്റ്റൻ തന്നെ വിന്നറായ ആൾക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നു. അങ്ങനെ ഇന്നത്തെ മണി ടാസ്കിനകത്ത് 25,000 രൂപ ആദിലയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഓരോ ടാസ്കിൽ 25,000 50,000 ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിന്നറാവുന്ന ആളിന് എത്രയായിരിക്കും കൊടുക്കുന്നത്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം രൂപയല്ലേ. അപ്പോൾ അതിനകത്തു നിന്നാണ് ഈ മണി ടാസ്കിനകത്തേക്ക് പോകുന്നതെന്ന് ബിഗ് ബോസ് രാവിലെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേന് കുറേ അധികം ക്യാഷ് പോകാനുള്ള സാധ്യതയുണ്ട്. വിന്നറാവുന്ന ആളിന് സത്യത്തിൽ ഭയങ്കര ഒരു വിഷമമായിരിക്കും ഇങ്ങനൊരു ടാസ്ക് കൊണ്ടുവന്നത്.